നിലമ്പൂര് തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറല്ലേ? തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. എന്തായാലും UDF കേസ് കൊടുത്ത പണിയാരോ 1.5 പണിയായിപ്പോയില്ലേ? പിന്നെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ക്ഷേമ പെൻഷന്റെ ചരിത്രവും ഭൂതവും വർത്തമാനം എല്ലാം നാട്ടുകാരെടുത്ത് പുറത്തിട്ടപ്പോ നാറിയതാരാ? UDF അല്ലാണ്ടാര്? എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. അവസാനം വിഷ്ണുനാഥ് ഒരു പത്രസമ്മേളനം വിളിച്ച് ക്ഷേമ പെൻഷൻ 300 നിന്ന് 1200 ആക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഒരു കാച്ചങ്ങ് കാണിച്ചു. ഉമ്മൻചാണ്ടിയുടെ 600, 800, 1200 ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നാണ് ആശാൻ കരുതിയത്. പക്ഷെ അന്ന് ബഹിരാകാശത്ത് പോയതാ. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇങ്ങനൊരു അപകടം വരുത്തി വെക്കണമായിരുന്നു വിഷ്ണുനാഥേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ താണ്ടെ ഇതേ കിടക്കുന്ന UDFന്റെ 2016 പ്രകടന പത്രിക. അതിൽ പറയുന്നത് ക്ഷേമ പെൻഷൻ 1000 ആക്കുമെന്ന്. ഏതാ ഉമ്മൻചാണ്ടി 1200 ആക്കിയെന്ന് പറഞ്ഞ ക്ഷേമ പെൻഷനെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയും പോലെ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടു. 18 മാസത്തോളം വിവിധ പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയെന്ന് ഉമ്മൻചാണ്ടിയും മുനീറും ഒക്കെ സംബന്ധിച്ച വിവരങ്ങളും അതിലുണ്ടായിരുന്നു. ഞാനായിട്ട് ഇനൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ നാറിയ ഒരു വഴിക്കായ കോൺഗ്രസ് ഒരു അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്ക് ഒരു കടും കൈ അങ്ങ് ചെയ്തു. ഒരു MP-യും MLA-യും 2 കസേരയും ഇട്ട് കുറച്ച് വെള്ളപ്പേപ്പറും എടുത്ത് അസലായി നല്ല പച്ച നോണുകൾ വിളിച്ചു പറഞ്ഞു. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. വിളിച്ചു പറഞ്ഞത് കള്ളമാണെങ്കിലും അതിനിടക്ക് അവര് തന്നെ പെൻഷൻ കുടിശ്ശിക വരുത്തിയത് തങ്ങളാണെന്നും അധികാരത്തിലേറിയ LDF സർക്കാർ കുടിശ്ശിക നൽകാൻ വേണ്ടി 1500 കോടിയിലേറെ വകയിരുത്തിയെന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ അധികാരം ഒഴിയുമ്പോൾ 28ഉം 18ഉം മാസത്തെ കുടിശ്ശിക വരുത്തിയതും അതിനുശേഷം വന്ന ഇടത് സർക്കാരുകൾ കുടിശ്ശിക തീർത്ത് നൽകിയതും ഒക്കെ അറിയാവുന്ന കുടിശ്ശികയായി 15000 രൂപ വരെ പെൻഷൻ വാങ്ങിയവരെയും ഒക്കെ നോക്കിയിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഷാഫിയും വിഷ്ണുനാഥും ചേർന്ന് ഈ പരാക്രമം കാണിച്ചതെന്ന് ഓർക്കണം. 300 400 ആക്കിയ ഗവൺമെന്റ് 300 400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 400 500 ആക്കിയ ഗവൺമെന്റ്. അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500 600 ആക്കിയ ഗവൺമെന്റ്. അത് ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 80% ഡിസബിലിറ്റി ഉള്ളവർക്ക് 400 ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് 900 ആക്കിയ ഗവൺമെന്റ്. അത് ഉമ്മൻചാണ്ടിയുടെ. വെറും പിള്ളേര് കളി പോലെ 300 400 ആക്കി, 400 500 ആക്കി, 500 600 ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫിയും വിഷ്ണുനാഥും ആ നാടകം അങ്ങ് തുടങ്ങുന്നത്. എന്നാൽ അതെന്നാണെന്നോ അത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനോ പറ്റി ആരെങ്കിലും വിശ്വസിക്കും? അത് തന്നെ വളരെ വ്യക്തമാണ്. കുടിശ്ശിക ഇല്ലെന്ന് സ്ഥാപിക്കാൻ വിഷ്ണുനാഥും ഷാഫിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. 2015 ഡിസംബർ 23 മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടേ താൻ ശമ്പളം വാങ്ങുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഏത് രൂപത്തിലാണെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നതിന് മാർഗമുണ്ടോ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം. UDF-കാർക്ക് മറുപടി കാണില്ല, എന്നാലും ചോദിക്കാം. 2015 ഡിസംബർ 23 കഴിഞ്ഞ് 154 ദിവസം കഴിഞ്ഞാണ് പിണറായി സർക്കാർ വന്നത്. അതിനിടെ എത്ര മാസത്തെ കുടിശ്ശിക അന്ന് കൊടുത്തു? അത് എത്ര പേർക്ക് കിട്ടി? ഉത്തരവില്ല അല്ലേ? പെൻഷൻ കുടിശ്ശിക 6 മുതൽ 11 മാസം വരെയെന്ന് ഉമ്മൻചാണ്ടി 2015 ഡിസംബറിൽ പറഞ്ഞു. എങ്കിൽ കുടിശ്ശിക തുടങ്ങിയത് 2015 ഫെബ്രുവരി മുതലല്ലേ? അല്ലേ UDF-കാരെ? എങ്കിൽ അല്ല, അതിനു മുമ്പേ തുടങ്ങി. അത് നിങ്ങളുടെ മന്ത്രി മുനീർ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതിന് തെളിവുണ്ട്. 2015 ജൂലൈയിൽ മുനീർ നിയമസഭയിൽ നൽകിയ മറുപടി ഒന്ന് നോക്കാം. 2014 സെപ്റ്റംബർ മുതൽ വാർദ്ധക്യകാല പെൻഷൻ 8 മാസം കുടിശ്ശികയുണ്ടെന്ന്. കണക്ക് തെറ്റി. 2014 സെപ്റ്റംബർ മുതൽ 2015 ജൂൺ വരെ 8 അല്ലല്ലോ, 10 മാസമല്ലേ? അല്ലേ മുനീറേ? മുനീർ ജൂലൈയിൽ സഭയിൽ പറഞ്ഞത് കുടിശ്ശിക 8 മാസമാണെങ്കിലും അത് 10 ആണല്ലോ. അപ്പൊ ഉമ്മൻചാണ്ടി ഡിസംബറിൽ പറഞ്ഞ 11 അങ്ങനെ ശരിയാകും? മൊത്തത്തിൽ വശപ്പിശ കാണല്ലോ UDF. അന്ന് തപാൽ വകുപ്പിനെയാണ് പെൻഷൻ വിതരണം ചെയ്യാൻ ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചത്. എന്നാൽ 2015 ഓണക്കാലത്ത് ഇത്തരത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ അർഹരായ ഒട്ടനവധി പേർക്ക് കിട്ടാതെ പോയെന്നും പിന്നീട് UDF-ഉം ഉമ്മൻചാണ്ടിയും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. പെൻഷൻ വാങ്ങാൻ വേണ്ടി പ്രായമായവർ വെയിലത്തും മഴയത്തും കാത്തു നിന്നത് നിങ്ങളുടെ കാലത്തല്ലേ UDF? പിണറായി സർക്കാർ വന്നപ്പോൾ 1ഉം 2ഉമല്ല 1500ഓളം കോടി രൂപ UDF വരുത്തി വെച്ച കുടിശ്ശിക ഉൾപ്പെടെ പെൻഷൻ കൃത്യമായി വീടുകളിൽ എത്തിച്ചാണ് നൽകിയത്. കിട്ടിയത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ 30 വയസ്സ് തൊട്ട് ഇത് മേടിക്കാൻ തുടങ്ങി. എൻ്റെ 30ാമത്തെ വയസ്സ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അന്ന് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇത്രയും കൂടിയായി. അതുകൊണ്ട് എൻ്റെ ജീവിതം നടക്കുന്നത്. സർക്കാരിന് ഞാൻ നന്ദി പറയുന്നു. 2017 ഏപ്രിൽ 26 നിയമസഭയിൽ മന്ത്രി തോമസ് ഐസക് നൽകിയ മറുപടിയിൽ 2014 നവംബർ മുതൽ 2016 മെയ് വരെ വിവിധ പെൻഷനുകളുടെ 18 മാസത്തെ കുടിശ്ശികയും അതിനുശേഷമുള്ള 10 മാസത്തെ പെൻഷനും LDF സർക്കാർ വിതരണം ചെയ്തെന്നും ഇതിനായി 4628 കോടി രൂപ ചെലവഴിച്ചെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട കേസി, നന്ദിയുണ്ട്. നിങ്ങൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. ക്ഷേമ പെൻഷൻ സംവാദം ഏതായാലും മുറുകിയതോടെ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 15,000 രൂപയൊക്കെ ഒരുമിച്ച് വാങ്ങിയവരെ കുറിച്ച് അന്ന് വന്ന വാർത്തകളും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഓടുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ ഇതാ കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഷാഫിയിലേക്കും വിഷ്ണുനാഥിലേക്കും തിരിച്ചു വരാം. പച്ച നുണ വടി ഒപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞാലൊന്നും സത്യമാകില്ലടവേ. അതിനിടെ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ 1300 കോടി വകയിരുത്തിയെന്നൊക്കെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ. അത് തന്നെ വലിയ കാര്യം. കുടിശ്ശിക വരുത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി പോയതെന്ന് സമ്മതിച്ചതിനും ഒരു വലിയ നന്ദിയുണ്ട് കേട്ടോ. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 42 ലക്ഷം പേർക്ക് പെൻഷൻ നൽകിയെന്ന സ്ഥിരം കോൺഗ്രസ്സുകാരുടെ ഗിമ്മിക്ക് നല്ല വഴക്കത്തോടെ ഷാഫി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് 62 ലക്ഷം പേർക്ക് അവരെ മഴയത്തും വെയിലത്തും നിർത്താതെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ച് നൽകുന്നുണ്ട് ഈ പിണറായി സർക്കാർ. എന്തായാലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു കനകോല യൂണിവേഴ്സിറ്റിയും നിങ്ങളെ ഒരു കാലത്തും രക്ഷിക്കാൻ പോകുന്നില്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ. അപ്പൊ ശരി, എന്നാ ഇനി കവലപ്പാട്ട് മത്സരത്തിന് കാണാം. കാണാം.